ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളൊരു അടിപൊളി മൈനിങ് വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു മൈനിങ് വെബ്സൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവൈവ് മിസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ച് മിസ് ചെയ്തിരിക്കുക. കാരണം അത്രയും നല്ല നല്ല എക്സ്ചേഞ്ചസ് ആണ് ഈ ഒരു മൈനിങ് വെബ്സൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് ബൈബിറ്റ് വരുന്നുണ്ട്, Gate.io, അതേപോലെ ഹോബി, OKX, ഇങ്ങനത്തെ നല്ല നല്ല എക്സ്ചേഞ്ചസ് ഈ ഒരു മൈനിങ് സൈറ്റിന് നമുക്ക് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കപ്പ് ചെയ്യണതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം കഴിയുമ്പോൾ ഈ ഒരു ടോക്കൺ ഈ ഒരു എക്സ്ചേഞ്ചസിലൊക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് അവൈവ് ഇതേപോലെ വന്നിട്ടുണ്ട്. അവൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് OKX എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ശേഷം എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ഒരു പ്രോഫിറ്റും കിട്ടി. അവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വാണ്ടിറ്റി ടോക്കൺ റിവാർഡായിട്ട് ഫേസ് 1 തന്നെ ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഈ ഒരു എക്സ്ചേഞ്ച് എല്ലാവരെ കൊണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ക്രിപ്റ്റോ ബാൻ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പുതിയതായിട്ട് ഒരു നല്ല ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും പിന്നെ അധികം വൈപ്പിക്കാം, നമ്മുടെ മെയിൻ ചാനലിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ നിങ്ങളുടെ ഫണ്ട്സ് സേഫ് ആക്കി വയ്ക്കാം. കാരണം കുറേ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്ത ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള ബൈനാൻസ്, KuCoin, ഹോബി, OKX, Gate.io ഇങ്ങനത്തെ എക്സ്ചേഞ്ചസിലേക്ക് ആയിരിക്കും മാക്സിമം നിങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ ഒരു ഫണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ മാറ്റി ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ വാലിഡാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണുക. പിന്നെ നമുക്ക് ഇന്നലെ ഒരു പുതിയതായിട്ടുള്ളൊരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്. അത് OKXൻ്റെ അപ്ഡേഷനാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസിൽ TDSഉം അതേപോലെ തന്നെ ക്രിപ്റ്റോ ടാക്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ഇന്ത്യൻ എക്സ്ചേഞ്ചസിലാണെന്നുണ്ടെങ്കിൽ 30% ടാക്സും 1% TDSഉം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് അവർ പിടിക്കുന്നുണ്ട്. അപ്പോൾ അധികം ആൾക്കാർ അതുകൊണ്ട് ഇന്ത്യൻ എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യാതെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു ന്യൂ റെഗുലേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് മേജറായിട്ടുള്ള എക്സ്ചേഞ്ചസിനെ റിമൂവ് ചെയ്തതിൻ്റെ ബേസിസിലും ഇപ്പോൾ OKX പുതിയതായിട്ട് ഒന്നും കൂടെ എല്ലാ യൂസേഴ്സിനെ കൊണ്ടും KYC വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മെയിൻലി ഇന്ത്യൻ യൂസേഴ്സിനെ കൊണ്ടാണ്. കാരണം ആ ഒരു ഡാറ്റാസ് അവർ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കും. നമ്മൾ എത്രത്തോളം ട്രേഡും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യേണ്ടതെന്ന് അവർ ചെക്ക് ചെയ്യും. അതിൻ്റെ ബേസിസിൽ നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു 2024 ആ ഒരു അപ്ഡേറ്റ് എന്തായാലും വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. വിത്തിൻ ഒരു സെക്കൻഡ് ക്വാർട്ടർ, അതായത് നമ്മുടെ 6 മന്ത്സിന് ജൂണിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ എക്സ്ചേഞ്ചസും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസും ഈ ഒരു മെത്തേഡ് മോസ്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഉടനെ തന്നെ. പിന്നെ ഗൈസ്, നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ കുറേ പേര് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബൈനാൻസിൻ്റെ വെബ്സൈറ്റിലാണ്. കാരണം നമ്മൾ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ പേര് ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ബൈനാൻസിൻ്റെ വെബ്സൈറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പ് സ്റ്റോറിനും പ്ലേ സ്റ്റോറിനും റിമൂവ് ചെയ്തതിൻ്റെ ബേസിസിലും ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം 6+ URLs ക്രിപ്റ്റോ ബേസ്ഡ് മേജർ എക്സ്ചേഞ്ചസിൻ്റെ URL ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ URL ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ബൈനാൻസിന് നമുക്ക് binance.com ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഡ് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ 2 പുതിയ വെബ്സൈറ്റ്സ് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ VPN ഒന്നും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫുള്ളി ബാൻ ആകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 2 URL നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ 2 URL, binance.infoയും binance.meയും. binance.comൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാം, binance.info binance.me. ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് ബൈനാൻസ് സപ്പോർട്ട് കെയറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ തന്നെ കൊടുത്ത 2 ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, യു മേ ചേഞ്ച് ദ .com to .me or .info ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ആക്സസ്. അപ്പോൾ നമുക്ക് binance.com ചേഞ്ച് ചെയ്തിട്ട് binance.me or binance.info കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ binance.com എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് ആ ഒരു സൈറ്റ് ഇപ്പോൾ ലോഡായിട്ട് വരില്ല. binance.comൽ അവർ 2 ഡേയ്സ് മുന്നേ തന്നെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ binance.me സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം, നമ്മുടെ ബൈനാൻസിൻ്റെ സെയിം ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ binance.comൽ ഇൻ്റർഫേസ് വരിക അതേ ഇൻ്റർഫേസിനായിരിക്കും നമുക്ക് ഈ ഒരു binance.meയിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് നേരെ കയറിയിട്ട് ഗെറ്റ് സ്റ്റാർട്ടർ കൊടുക്കുക, നേരെ ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കും, അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് binance.infoയും എടുത്തിട്ടുണ്ട്. ആ ഒരു binance.infoയിലും നമുക്കിവിടെ നോക്കാം, സെയിം ഇൻ്റർഫേസാണ് നമുക്ക് വന്നത്. binance.infoയിലും സെയിം ഇൻ്റർഫേസ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ മാക്സിമം ഇതിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫണ്ട് ഏതെങ്കിലും കുറച്ച് ബൾക്കായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഫണ്ട് നേരെ എടുത്തിട്ട് നിങ്ങൾ ഹാർഡ്വെയർ വാലറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള
നമ്മുടെ സോഫ്റ്റ്വെയർ വാലറ്റിലോട്ടേക്ക് നിങ്ങൾ മാറ്റുക. ട്രസ്റ്റ് ആയിട്ടുള്ള വാലറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള റീസൺ കുറേ പേര് ട്രസ്റ്റ് വാലറ്റിലോട്ടേക്ക് ചേഞ്ച് ചെയ്യട്ടെന്ന് ചോദിച്ചു. ട്രസ്റ്റ് വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കുറേ അൺനോൺ സൈറ്റ്സ് ഒക്കെ ലിങ്ക് ചെയ്താൽ ട്രസ്റ്റ് വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഈസിലി ഹാക്കബിൾ ആയിരിക്കും. നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ട് ഫുള്ള് ലോസ് ആണുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. നിങ്ങൾ ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്ക് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വാലറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ മാക്സിമം സെക്യൂർ ആക്കി വയ്ക്കുക. സെക്യൂർ ആക്കി വെച്ച ശേഷം അതിലോട്ടേക്ക് നിങ്ങൾ ഈ ഒരു ഫണ്ട് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ചിലപ്പോൾ ഈ ഒരു സൈറ്റും ഫ്യൂച്ചർ ഡേയ്സിൽ വിത്തിൻ ഒരു 1 വീക്സിലൊക്കെ ബാൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ മുന്നേ ആപ്പ് സ്റ്റോറിനും പ്ലേ സ്റ്റോറിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അത് ചിലപ്പോൾ ഫുള്ളി റിമൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ട് പറയുന്നത്. മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് സേഫ് ആക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതൊക്കെയാണ് കേസ് നമ്മുടെ ആ ഒരു ക്രിപ്റ്റോ ബാനിൻ്റെ ബേസിസിലുള്ള പുതിയ ന്യൂസുകൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പുതിയ ക്രിപ്റ്റോ മൈനിങ് സൈറ്റിലോട്ടേക്ക് പോവുകയാണ്. അത്തീന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൈനിങ് സൈറ്റാണ്. കുറേ പേരൊന്നും ഇപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ന്യൂലി വന്നൊരു സൈറ്റാണ്. മാക്സിമം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴായിരിക്കും നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ Athena.network എന്നുള്ള ഇവരുടെ വെബ്സൈറ്റ് ഫസ്റ്റ് ഒന്ന് എടുത്തുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നൊന്ന് പറഞ്ഞു തന്നിട്ട് ബാക്കി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകും. ദ ലീഡിങ് AI ട്രെയിനിങ് സിസ്റ്റം. അപ്പോൾ എംപവർ യുവർ ക്രിപ്റ്റോ ജേർണി വിത്ത് ഇൻ്റലിജൻസ് മൈനിങ് ആണ് മെയിൻലി ബേസ്ഡ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസിലുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവർ പറയുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും മെറ്റാവേഴ്സ് അതേപോലെ തന്നെ AI ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്ന എല്ലാ പുതിയ സാധനങ്ങൾക്കും അവർ ആ ഒരു ടച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ കുറച്ചും കൂടെ ഒന്നും കൂടെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ പ്രത്യേകിച്ചൊരു കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് താഴത്തോട്ടേക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈനിങ് തന്നെയാണ്. നിങ്ങൾക്ക് മാക്സിമം മൈൻ ചെയ്യുക, കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യുക, നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്യുക. പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ KYC 1 നമുക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് 2 വരും. 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് അത് ചെയ്യുക. കാരണം 2 കഴിയുമ്പോഴേക്കും നമുക്ക് ടോക്കൺ അൺലോക്കും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഒക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റീസ്. അപ്പോൾ നിങ്ങൾ നേരെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുക. ആ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത ശേഷം നമ്മൾ നേരെ ഗെറ്റ് സ്റ്റാർട്ടർ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ നമുക്കൊരു എഗ്രി ആൻഡ് കണ്ടിന്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്യാൻ വേണ്ടി പറയും. ജസ്റ്റ് എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. ഒന്നില്ലെങ്കിൽ ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ വെച്ചിട്ട് കൊടുക്കാം, ഫേസ്ബുക്ക് വെച്ചിട്ട് കൊടുക്കാം. ആപ്പിൾ ID ആണെങ്കിൽ നിങ്ങളിപ്പോൾ ആപ്പിൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ആപ്പിൾ ID വെച്ച് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ഒരു സെക്കൻഡറി മെയിൽ വെച്ചിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്തത്. നിങ്ങളെ പ്രൈമറി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് സെക്കൻഡറി ഏതെങ്കിലും നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു മെയിൽ കൊടുത്താലും മതി. അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക് റഫറൽ കോഡ് അടിക്കേണ്ട ഒരു ഓപ്ഷൻ വരിക. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ ആ ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എന്തായാലും കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം കോഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഏൺ ചെയ്ത് കിട്ടും. അപ്പോൾ നേരെ കോഡ് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഏകദേശം 1,24,000 മെമ്പേഴ്സ് ഇപ്പോൾ തന്നെ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരിക ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ. അപ്പോൾ നമ്മൾ ആ റഫറൽ കോഡ് അടിച്ചുകൊണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം റിസീവ് 5 ടോക്കൺസ്. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാലറ്റ് താഴത്ത് ഫസ്റ്റ് ഹോം ആയിരിക്കും ഉണ്ടാകുക. സെക്കൻഡ് വാലറ്റാണ്. ആ ഒരു വാലറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 5 ടോക്കൺസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കാം അറ്റൻഡൻസ് റിവാർഡ്. നമ്മൾ ഫസ്റ്റിനെ കയറി കഴിഞ്ഞാൽ നമുക്ക് 5 ടോക്കൺസ് അവർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തേർഡ് ഓപ്ഷനായിട്ടാണ് മൈനിങ് വരിക. നിങ്ങൾക്ക് എല്ലാ മണിക്കൂറിലും ഓരോ ടോക്കൺസ് വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസമല്ല ഓരോ മണിക്കൂറിലും ഓരോ ടോക്കൺ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് മൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് സ്റ്റാർട്ട് മൈനിങ് കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും വരിക, പിന്നെയും മൈൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ടോക്കൺ ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലെവൽസ് കൂടി വരും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ലെവൽ 1 നിങ്ങൾക്ക് 1 മണിക്കൂറിന് 1 ടോക്കൺ ആയിരിക്കും കിട്ടുക. ലെവൽ 2 1.08 കിട്ടും. ലെവൽ 3 1.36 കിട്ടും. നിങ്ങൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വാണ്ടിറ്റി കൂടി വരും. അപ്പോൾ എങ്ങനെയാണ് ലെവൽ കൂട്ടുക നിങ്ങൾ ചോദിക്കും. ലെവൽ കൂട്ടുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻ ചെയ്തിട്ട് ഒരു 70+ ടോക്കൺസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലെവൽ 1 ലെവൽ 2 ആവും. പിന്നെ ലെവൽ 2 കഴിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 150 ടോക്കൺസ് ആണ് തോന്നുന്നു. 150 ടോക്കൺസ് കഴിഞ്ഞാൽ നിങ്ങൾ ലെവൽ 2 നിങ്ങൾ ലെവൽ 3 വരും. അങ്ങനെയാണ് ഈ ഒരു ടോക്കണിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും നിങ്ങൾ ലെവൽ ഇൻക്രീസ് ആയി വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് മൈനിങ് കൊടുത്തപ്പോൾ ആ ഒരു ടൈമർ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് 1 ഹവറിൽ ആ ഒരു 1 ടോക്കൺസ് കിട്ടും. പിന്നെയും നിങ്ങൾ ഒരു 1 ഹവർ കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈനിങ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നമ്മുടെ എല്ലാ മൈനിങ് സൈറ്റിലുള്ള പോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈനിങ് സ്പീഡ് അതേപോലെ ഇൻക്രീസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ആ ഒരു കോഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുക. പിന്നെ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ഹോം പേജിലോട്ടേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് ഓപ്ഷനിൽ വരിക. അപ്പോൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം
ലെവൽ 1 ഇപ്പോൾ നമുക്ക് 0 ടോക്കൺസ് ആണ് കയ്യിലുള്ളത്. മൈൻ ചെയ്ത് കഴിയുമ്പോൾ 1 ടോക്കൺ ആവും. അങ്ങനെ 72 ടോക്കൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 1 നിന്ന് ലെവൽ 2 ആയിട്ട് മാറുന്നതാണ്. പിന്നെ 150 ടോക്കൺ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ഒരു ടോക്കൺ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 2 നിന്ന് ലെവൽ 3 ആയിട്ട് കൺവേർട്ട് ആവുന്നതാണ്. അത് നമ്മൾ ഇൻക്രീസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമുക്കിവിടെ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ അവരുടെ phase 1 KYC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ KYC ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ അപ്ഡേറ്റും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഒരു 5 മിനിറ്റ്സ് പോലും നമുക്ക് എടുക്കില്ല കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇത് പെട്ടെന്ന് ട്രൈ ചെയ്യുക, നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക ഫ്യൂച്ചറിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ നല്ല ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത്, നമ്മുടെ ഡിലൻ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഗുഡ് ബൈ.